ഹലോ, നമസ്കാരം. ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് കോളർ എന്നൊരു ബ്രാൻഡിൻ്റെ ഒരു വാൾ മിക്സറിനെയാണ്. അത് നമ്മളെ സാധാ വാൾ മിക്സറിനൊക്കെ വ്യത്യസ്തമായിട്ട് ഉള്ളൊരു പ്രീമിയം ബ്രാൻഡ്, ഒരു ക്വാളിറ്റി ഉള്ളതും പ്രീമിയം ബ്രാൻഡും ആയതുമായ ഒരു വാൾ മിക്സറാണ് കോളർ. അപ്പം ഇന്ന് നമുക്കതിനെ ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളും എങ്ങനെയാണ്, എന്തൊക്കെ ആക്സസറീസാണ് അതിൽ വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ബ്രാൻഡ് വരുന്നത്, വാൾ മിക്സർ കോളറിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളി നെയിം ഇങ്ങനെയാണ് വരുന്നത്, 2B. പിന്നെ അതിൻ്റെ ഒരു നമ്പർ, ഒരു സീരിയൽ നമ്പറും വരുന്നുണ്ട്. പിന്നെ പുഷ് ബട്ടൺ എക്സ്പോസ്ഡ് ബാത്ത് ആൻഡ് ഷവറിന് വരുന്നുണ്ട്. പോളിഷ്ഡ് ക്രോം, ഇതാണ് മെയ്ഡ് ഇൻ ചൈനയാണ് വരുന്നത്. ബാർകോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ള് ഒന്ന് തുറന്നിട്ട് നോക്കാം. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത്. അപ്പം നമ്മൾ പൊളിച്ച് വെച്ച ഒരു കോളറിൻ്റെ ഒരു വാൾ മിക്സർ ഉണ്ട്, അതിനെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് നമ്മൾ പൊളിച്ച് വെച്ചൊരു വാൾ മിക്സർ. വളരെ സ്റ്റൈലിഷാണ്, ഏകദേശം നല്ല പ്രീമിയം റേഞ്ചിൽ വരുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ ഷവറിൻ്റെയും അതുപോലെ തന്നെ ടാപ്പിൻ്റെയും നമ്മളെ സ്പൗട്ട് വരുന്നത് ഇതിൻ്റെ അടിയിലാണ്. ഇതാണ് സ്പൗട്ടിൻ്റെ ഏരിയ വരുന്നത്. ഇവിടെ തന്നെയാണ് ഷവറിൻ്റെ ഏരിയ. നമ്മളിത് കറക്റ്റ് ഇതാണ് ഷവറിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ കൊടുക്കുക. പിന്നെ ഇത് ഹോട്ട് ആൻഡ് കോൾഡിൻ്റെ നമ്മളെ സാധാ ഡൈവേർട്ടറിലൊക്കെ വരുന്ന മാതിരിയുള്ള ഒരു ലിവറും. ഇതാണിപ്പോൾ ഈ കോളറിൻ്റെ വാൾ മിക്സർ. അത്യാവശ്യം നല്ല പ്രീമിയം റേഞ്ചുള്ള സാധനമാണ്. അപ്പോൾ എടുത്ത് നമ്മൾ മാർക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നല്ല ഇതിൽ ക്രാക്കൊന്നും വീഴാത്ത രീതിയിൽ നല്ല ക്ലോത്തിലൊക്കെ പിടിച്ചിട്ട് വേണം നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ, അളവെടുക്കാൻ. ഇതിൻ്റെ ആക്സസറീസായിട്ട് വരുന്നത് ഇതിൻ്റെ ആ ബോട്ടം, നമ്മളെ ഷവറിലേക്ക് പോകുന്ന പോയിൻ്റ്, ഇതിനെ മറയ്ക്കാനുള്ള, ഇതിനെ ഹൈഡ് ചെയ്ത് നിർത്താനുള്ള ഒരു ബോട്ടം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്ക് ഇങ്ങനെയാണ് ഇത് വരിക. നമ്മളിത് ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ഇതിങ്ങനെ ക്ലോസ്ഡ് ആയിട്ടാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഏകദേശം ചുമരിൽ വെക്കുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു ലെവൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചുമരിൽ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഈ കണ്ടീഷനിലാണ് നമ്മൾ ഉണ്ടാകുക. അപ്പോൾ ഈ ബോട്ടം ഇത് വന്ന് ക്ലോസ്ഡ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ നൈലോൺ ട്യൂബും കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ വളരെ ഫിനിഷിംഗ് ആയിരിക്കും ഇതിൻ്റെ ഈ ഫ്രണ്ടേജ് കാണാൻ. ഇത് കൺസീൽഡ് ആയി പോവും. പിന്നെ നമുക്ക് വരുന്നത് ഷവർ നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് സീലിംഗ് ഷവർ ആക്കാം, വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഹൈറ്റൊക്കെ പിന്നെ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ഉണ്ട്. ആ അളവിൽ നമുക്ക് വാട്ടർ ലെവൽ ചെയ്തിട്ടൊക്കെയാണ് ഹൈറ്റൊക്കെ എല്ലാം കറക്റ്റാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ കുറച്ച് ലെങ്ത് ഉള്ള ബാത്റൂമൊക്കെ ആണെങ്കിൽ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫിക്സഡ് ചെയ്താലുള്ളൊരു ഫൈനലി ഒരു ഇമേജ് വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ രണ്ട് എല്ലാങ്കി ടൈപ്പ് നമ്മളെ അഡ്ജസ്റ്റബിൾ രണ്ട് കീ വരുന്നുണ്ട്. ഇത് ശരിക്ക് ഒരു ഈ സൈഡിലൊരു ഓറിംഗ് ആണ്, രണ്ട് ഓറിംഗ് വാഷറുകളാണ്. ഇതിലൊക്കെ ഫുഡ് ഗ്രേഡ് ഗ്രീസാണ് കേട്ടോ. അപ്പോൾ ഈ പെട്രോളിയം ജെല്ലി പോലുള്ള എന്തോ ഒരു സാധനമാണ്. ശരിക്കും പെട്രോളിയം ജെല്ലി ആയിരിക്കാം. എന്തായാലും വളരെ സൂക്ഷിച്ച് നമ്മളിതൊക്കെ കവറിങ്ങിൽ തന്നെ വെക്കണം. അപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മളെ പോയിൻ്റ് എൽബോയിൽ ഇത് കറക്റ്റ്
ഈ ത്രെഡ് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇനി ത്രെഡ് പോയിൻ്റ് എൽബോ കുറച്ച് ഒരു കറക്റ്റ് ടൈൽസിനോട് അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിലായിരിക്കണം നമുക്കിത് കിട്ടേണ്ടത്. ഇതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ഇങ്ങനെ താഴേക്ക് വെക്കുക, രണ്ടിൻ്റെയും കറക്റ്റ് താഴേക്ക് വെക്കുക. അപ്പോൾ ഇതിലെടുത്ത് കഴിഞ്ഞാലും ഇതും കറക്റ്റ് താഴേക്ക് വെക്കുക. ടൈറ്റൊക്കെ ആക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഈ ലെവലിൽ താഴേക്ക് വെക്കുക കറക്റ്റ്. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് 6.5 ഇഞ്ചാണ്, ഏകദേശം 16.5 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ നമുക്ക് അളവ് കറക്റ്റ് ഇതിൻ്റെ നോക്കാം. സെൻറ്റർ ടു സെൻറ്ററാണ് നമുക്ക് അളവ് വരിക. ശരിക്ക് 16.5 സെൻറ്റിമീറ്ററാണ് നമുക്ക് സെൻറ്റർ ടു സെൻറ്റർ അളവ് വരിക. അപ്പോൾ ഈ അളവ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡമ്മി, ഒരു കാർഡ്ബോർഡിൽ ഒരു ഡമ്മി വെട്ടി വെച്ചിട്ടുണ്ട്. ഈ ഡമ്മി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യുക. കറക്റ്റ് ഈ ഡമ്മി വെച്ചിട്ട് നമ്മൾക്കിത് ഇതിങ്ങനെ ഫിക്സ് ചെയ്യാം. ഇത് 6.5 വരുന്ന ഒരു ഡമ്മിയാണ്. ഇങ്ങനെയാണിത് ഫിക്സിങ് വരിക. നമ്മൾ ബാത്റൂം ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. ഇപ്പോൾ ജസ്റ്റ് ഇതിനെ കോളറിനെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതല്ലെങ്കിൽ നമ്മളെടുത്ത് ഇതിൻ്റെ ഒരു ഫ്രെയിം വരുന്നുണ്ട്. ഇത് ഈ കൃഷിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിൽ വരുന്നൊരു ഫ്രെയിമാണ്. അപ്പോൾ ഈ ഫ്രെയിമിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത്. ഈ ഫ്രെയിമിലും കറക്റ്റ് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ വരുമ്പോൾ ഇത് സെൻറ്റർ ടു സെൻറ്റർ കറക്റ്റ് നമുക്ക് ഈ ഫ്രെയിമിൽ കിട്ടും. അപ്പോൾ ഈ ഫ്രെയിം ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ വാട്ടർ ലെവൽ വെക്കുക. അതായത് ഇതിൻ്റെ മുകളിൽ നമ്മൾ വാട്ടർ ലെവൽ വെച്ചിട്ട് കറക്റ്റ് ഫ്രെയിം ലെവലാക്കി വെച്ചതിന് ശേഷം നമ്മൾ പോയിൻ്റ് എൽബോ അടിക്കുക. എവിടെയും തെറ്റാൻ പാടില്ല. പോയിൻ്റ് എൽബോ അടിച്ചു കഴിഞ്ഞാൽ ഇതിനിങ്ങനെ തിരിച്ച് പോയിൻ്റ് എൽബോ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ 6.5 ഇഞ്ച്, അതായത് 16.5 സെൻറ്റിമീറ്റർ ഇത് വെച്ചിട്ടാണ് നമ്മൾ അടിക്കുക. അപ്പോൾ ഈ സൈഡ് ഇത് പുറത്തേക്കാണ് നമ്മൾ ചുമരിലടിക്കുമ്പോൾ ഉണ്ടാവുക. അതായത് ബോട്ടത്തിൽ ചുമരിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വെക്കുക. ഇതിൽ ലെവൽ വെക്കും. ലെവൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഈ റൗണ്ട് കറക്റ്റ് ചെയ്തിട്ട് പോയിൻ്റ് എൽബോ ഇട്ടിട്ട് നമ്മൾ കറക്റ്റ് ലെവലാക്കിയിട്ട് എടുക്കുക. പിന്നെ ഇത് ഫിക്സിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ വരുന്ന ഒരു ബോൾട്ട് ഉണ്ട്, എലക്കി ബോൾട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൽ ഫിറ്റ് ചെയ്താൽ കറക്റ്റ് നമ്മൾ ഇതിലേക്ക്, ഇതിപ്പോൾ താഴെ ഭാഗമാണെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒരു പ്രസ്സിങ് മാത്രമാണ്. നമുക്ക് ഈ ത്രെഡ് കറക്റ്റ് ഇതിലേക്ക് കയറി നിൽക്കണം. അത് കയറിയിട്ടൊരു പ്രസ്സിങ് മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഇത് ഊരിയിട്ട് ഇതും നമ്മൾ താഴ്ഭാഗത്തേക്കാണ് എല്ലാം വെക്കുന്നത്. ഒരേ ഭാഗത്തേക്ക് വെച്ചിട്ട് കറക്റ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു പ്രസ്സിങ്. ആ പ്രസ്സിങ്ങിൽ ഇത് നേരെ ഉള്ളിലേക്ക് കയറിപ്പോകും. നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ഹോള് കാണാം. ആ ഹോളിലേക്ക് ഈ ഒരു നട്ട്, ഒരു എല്ലാങ്കി നട്ടാണ്. അത് കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഒരു ഹോളുണ്ടാവും. അപ്പോൾ ആ ഹോളിലേക്ക് കറക്റ്റ് നമ്മൾ വെച്ചിട്ട് അടിയിൽ നിന്നാണ് ഇതിങ്ങനെ നമ്മളിങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അടിഭാഗത്തു നിന്നാണ് നമ്മളിതിങ്ങനെ കുടുക്കി കൊടുക്കുക. അടിഭാഗത്തു നിന്ന് ഇത് കുടുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ടൈറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ എക്സ്റ്റൻഷൻ ഇങ്ങോട്ട് പോരൂല, കറക്റ്റ് ഫിക്സിംഗ് ആയി നിൽക്കും.
അപ്പോൾ നമുക്ക് ലൂസാക്കലും ടൈറ്റാക്കലും ഒക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇത് വെച്ച് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇത് ഫ്രീ ആയിട്ട് കയറ്റി നോക്കുക. കയറ്റി നോക്കിയിട്ട് ഏകദേശം ഇവിടെ ലെവൽ വെച്ച് ലെവലാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ എലങ്കി എടുത്തിട്ട് ഈ നട്ട് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നട്ടൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അതൊക്കെ വർക്ക് തീരുന്നത് വരെ നമ്മൾ സേഫായിട്ട് വെക്കുക. എന്താ വെച്ചാൽ ചിലപ്പം സ്പെയറൊന്നും കിട്ടാൻ മാർഗം ഉണ്ടാവില്ല. അപ്പോൾ അത്രയും റെയറായിട്ടായിരിക്കും. വളരെ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. വളരെ സിമ്പിളാണ്. പക്ഷെ നമ്മൾ മെഷർമെൻറ്റ് അളവ് എപ്പോഴും നമ്മൾ കറക്റ്റ് ആയിരിക്കണം. അതിൻ്റെ അളവ് അത്രയും ഷാർപ്പായിട്ടുള്ള ഒരു അളവിലേ ഇത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ ബോട്ടം ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പോയിൻ്റ് എൽബോ ആണ് വരിക. ആ പോയിൻ്റ് എൽബോയിലേക്ക് നമ്മളൊരു എക്സ്റ്റൻഷൻ നിപ്പിൾ, എക്സ് നിപ്പിൾ, ഇതിപ്പോൾ അരയിഞ്ചാണ്. അപ്പോൾ ഒരു അരയിഞ്ച് എക്സ് നിപ്പിൾ കൊടുത്തിട്ട് നമ്മൾ കറക്റ്റ് അത് വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഈ ബോട്ടം ക്ലോസ്ഡ് ആയി പോകും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ കോളറിനെ കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫൈനലി ഒരു ഫിറ്റിങ്സും അതുപോലെ തന്നെ നമ്മളിത് ബാത്റൂമിൽ ഫിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മളിതിൻ്റെ അളവ് നിങ്ങൾക്കിത് വെച്ചിട്ട് ഏകദേശം ലെവലാക്കി കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ സാധനം, ഈ ഒരു ഫ്രെയിം മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക. കാരണം ഒരു ചെറിയൊരു അളവ് വ്യത്യാസത്തിന് ഇത്രയും വലിയൊരു പ്രീമിയം റേഞ്ചിലുള്ള സാധനമൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ, അതും അത്രയും ലക്ഷറിയായ ബാത്റൂമുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഒരിക്കലും തെറ്റാതിരിക്കണമെങ്കിൽ ഇതുപോലുള്ള ഫ്രെയിം വളരെ തുച്ഛമായ വിലയുള്ളൂ, 200-250 രൂപ റേഞ്ചിൽ വരുന്നതാണ് ഈ സാധനം. അപ്പോൾ ഇത് ഒന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എത്ര വലിയ ഒരു വാൾ മിക്സറോ എന്താണെങ്കിലും നമുക്കിത് ഇതുപോലെ കറക്റ്റ് നമുക്കിതിൽ കൊടുക്കാൻ കഴിയും. ഒരു മില്ലിമീറ്റർ പോലും നമുക്ക് അളവ് തെറ്റാതെ നമുക്ക് ഫൈനലി ഇത് വളരെ വൃത്തിയായിട്ട് ഈ ഡൈവേർട്ടർ വാൾ മിക്സർ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാൽ ഭാവിയിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കാം. നമ്മളെ കയ്യിൽ വരുന്ന ഫോൾട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ അടുത്തൊരു നല്ലൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.